മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചതിനു ശേഷം വയനാട് തൊണ്ടനാട് പഞ്ചായത്തിലെ 12 കോളനികൾക്കായാണ് സംസ്ഥാന സർക്കാർ സമഗ്ര വികസന പദ്ധതി ആവിഷ്കരിച്ചത്. ആദിവാസി കോളനികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആദിവാസികൾക്കായുള്ള സ്വയം തൊഴിൽ പരിശീലനത്തിനുമായി ആവിഷ്കരിച്ച പദ്ധതികളിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നത്. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 2015 നവംബർ മുതൽ 2016 ഫെബ്രുവരി വരെ നടപ്പിലാക്കിയ പദ്ധതികളിലാണ് വൻ അഴിമതി നടന്നത്. ആദിവാസി പെൺകുട്ടികൾക്കായി നടത്തിയ ടൈലറിംഗ് പരിശീലനത്തിന് 20 കുട്ടികൾക്ക് 1500 രൂപ എന്ന നിരക്കിൽ 4 മാസം കൊണ്ട് 1,20,000 രൂപ ചെലവായി എന്നാണ് രേഖകളിലുള്ളത്. ഇവരുടെ ഭക്ഷണത്തിനും തത്തുല്യ തുക ചെലവായി. എന്നാൽ പരിശീലനത്തിൽ പങ്കെടുത്ത കുട്ടി പറയുന്നത് കേൾക്കുക. ഈ 6000 രൂപ മൊത്തം കിട്ടിയിട്ടില്ല. 4 മാസം കടി മാത്രം അവിടെ നിന്ന് വാങ്ങിക്കും. ചായ ഞങ്ങൾ അവിടെ നിന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഇവിടുന്ന് കൊണ്ടുപോകും. പരിശീലകർക്ക് 48,000 രൂപ നൽകിയെന്നാണ് രേഖയിലുള്ളത്. എന്നാൽ പരിശീലകർ പറയുന്നത് ഇതിന്റെ പകുതി തുക പോലും കിട്ടിയിട്ടില്ല എന്നാണ്. 4,500 പറഞ്ഞ ആദ്യത്തെ ഒരു മാസം 4,500, പിന്നെയുള്ള രണ്ട് മാസം, ആദ്യത്തെ മാസം 15 ദിവസത്തെ ക്ലാസ് ആയിരുന്നു. അതിന് 2,250 രൂപ. പിന്നത്തത് പിന്നെ ഒരു മാസം 4,500, പിന്നെ ബാക്കി 2 മാസം 5,000 രൂപ വെച്ച് തന്നു. പദ്ധതി പ്രകാരം കോളനിയിലെ കുടുംബങ്ങൾക്കായി 30ഓളം പശുക്കളെ നൽകി. ഇതിൽ 27 പശുക്കളെ 1,08,000 രൂപയ്ക്ക് ഇൻഷുറൻസ് ചെയ്തു എന്നാണ് രേഖയിലുള്ളത്. എന്നാൽ പശു ചത്തുപോയ ഗോപിക്ക് ഇതുവരെ ഇൻഷുറൻസ് തുക കിട്ടിയിട്ടില്ല. 3 മാസം എന്നെ നാളെ ശരിയാക്കി തരാം. ഇവിടുന്ന് ഈ കുഞ്ഞുത്തുനിന്ന് മാനന്തവാടി പോയിട്ട് 28-29 കിലോമീറ്റർ ഉണ്ട്. ഈ 29 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാൻ വേണ്ടി ഒരു ദിവസം 60 രൂപയാണ്. പശു ചത്തിട്ട് ഒരു 4-5 മാസമായി. പദ്ധതി പ്രകാരം 25,000 രൂപ മുടക്കി പണി കഴിപ്പിച്ചു എന്ന് പറയുന്ന ആട്ടിൻകൂടാണിത്. എന്നാൽ കൂട് ലഭിച്ച് 8 മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇതുവരെയും ഇവർക്ക് ആടിനെ നൽകിയിട്ടില്ല. ജൈവവള കീടനാശിനി പരിശീലനത്തിൽ പങ്കെടുത്തു എന്ന് വിവരാവകാശ രേഖയിൽ പറയുന്ന പലരും ഇങ്ങനൊരു കാര്യം നടന്നതായി അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇല്ല, പങ്കെടുത്തില്ല. പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പങ്കെടുക്കാതെ പങ്കെടുത്തെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല, നമ്മൾ പോയിട്ടില്ല, പങ്കെടുത്തിട്ടില്ല. ഇത്തരത്തിൽ നിരവധി പദ്ധതികളിലാണ് കള്ളപ്പേരിൽ വൻ തുക അധികാരികൾ എഴുതിയെടുത്തത്. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ മനു റോയ്ക്കൊപ്പം ഫെലിക്സ്, റിപ്പോർട്ടർ.